ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ പുതിയൊരു സെക്ഷൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം 2024 ഫെബ്രുവരി 7-ാം തീയതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ 30 ദിവസങ്ങളാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ഈ 30 ദിവസങ്ങൾ കൊണ്ട്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ്, ഈ 30 ദിവസങ്ങൾ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസറുകൾ സിലബസിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുമാത്രമല്ല, യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിൽ കുറേ കൂട്ടുകാർ യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് പരീക്ഷയിലേക്ക് കടക്കുകയുണ്ടായി. അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയുള്ള 30 ദിവസങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് ഇടുന്നത്. അതോടൊപ്പം തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ് 30 ദിവസം കൊണ്ട്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് SCRT ചോദ്യോത്തരങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഫുള്ളി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കവർ ചെയ്താണ് ഈ 30 ദിവസം നമ്മൾ പോകുന്നത്. ഒരു സ്റ്റഡി പ്ലാൻ മുഖാന്തരമാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകളും എക്സ്ട്രാ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 100ഓളം ചോദ്യോത്തരങ്ങളാണ്. ഈ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതൊരു കമ്പൈൻ സ്റ്റഡി ക്ലാസ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യൂണിവേഴ്സിറ്റി LGS മെയിൻസിൻ്റെ സിലബസ് പ്രകാരം ആദ്യം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സിലബസിനെ ബേസ് ചെയ്താണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഉത്തരം 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? 1857 മെയ് 10. അടുത്ത ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഒരുപാട് പരീക്ഷകളിൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തരം മീററ്റ്. ഉത്തരം മീററ്റ്. അടുത്ത ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെട്ടത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെട്ടത് എന്താണ്? ശിപ്പായി ലഹളയാണ്. ശിപ്പായി ലഹളയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം: 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയവർ? 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പി. നാനാ സാഹിബ് താന്തിയ തോപ്പി. അടുത്ത ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ ഓർക്കുക. പിന്നീട് പഠിക്കാൻ, കേട്ടുപോയിട്ട് പിന്നീട് പഠിക്കാനെന്ന് വെക്കാൻ നമുക്ക് സമയമില്ല. 30 ദിവസങ്ങളേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ, ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളും എൻ്റെ കൂടെ തന്നെ പഠിച്ചു വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കങ്ങനെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ 10-15 മിനിറ്റിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആ 15 മിനിറ്റ് കൊണ്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്?
രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്തത് ഏതു വർഷമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? 1828. ഏത് വർഷമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? 1828. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? കേശവ ചന്ദ്രസെൻ. കേശവ ചന്ദ്രസെൻ. അടുത്തത് ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അടുത്തത് പ്രാർത്ഥനാ സമാജം തുടങ്ങിയത് ആരാണ്? ആത്മാറാം പാണ്ഡുറംഗ്. ആത്മാറാം പാണ്ഡുറംഗ് ആണ് ആ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഇനി ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഏകദൈവ വിശ്വാസ പ്രചരണത്തിനായി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സഭ ഏതാണ്? ഏകദൈവ വിശ്വാസ പ്രചാരണത്തിനായി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സഭ ഏതാണ്? ഉത്തരം ആത്മീയ സഭ. ഉത്തരം ആത്മീയ സഭ. ക്രൈസ്തവ തത്വങ്ങളെ ആസ്പദമാക്കി രാജാറാം മോഹൻ റോയ് രചിച്ച ഗ്രന്ഥം ഏതാണ്? ക്രൈസ്തവ തത്വങ്ങളെ ആസ്പദമാക്കി രാജാറാം മോഹൻ റോയ് രചിച്ച ഗ്രന്ഥം ഏതാണ്? ദി പേഴ്പസ് ഓഫ് ജീസസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം എന്നാണ്? ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം എന്നാണ്? 1829. 1829. ഇന്ത്യയിൽ സതി നിയമം മൂലം നിർത്തലാക്കിയത് ആരാണ്? ഇന്ത്യയിൽ സതി നിയമം മൂലം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം വില്യം ബെനഡിക്. ഉത്തരം വില്യം ബെനഡിക്. അടുത്ത ചോദ്യം, സംവാദ് കൗമുദി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം എന്തിന്റെ ഭാഗമായിരുന്നു? ആര്യ സമാജത്തിന്റെ ഭാഗമായിരുന്നു. എന്ത്? ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം എന്തിന്റെ ഭാഗമായിരുന്നു? ആര്യ സമാജത്തിന്റെ ഭാഗമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. ശ്രീരാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് ആര്? സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ സംസാരിച്ച ഇന്ത്യക്കാരൻ. ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ സംസാരിച്ച ഇന്ത്യക്കാരൻ. ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1893. വികാസമാണ് ജീവിതം, വിദ്വേഷം മരണമാണ്. ആരുടെ വാക്കുകളാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്തത് ശ്രീരാമകൃഷ്ണന്റെ വനിതാ വിഭാഗം അറിയപ്പെട്ടത്? ഉത്തരം ശാരദാ മഠം. ശ്രീരാമകൃഷ്ണന്റെ വനിതാ വിഭാഗം അറിയപ്പെട്ടത് എങ്ങനെയാണ്? ശാരദാ മഠം. അടുത്ത ചോദ്യം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മാണ്ഡെ ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ട്. അടുത്തത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ സ്ഥാപകൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഖാൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായി നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായി നവറോജി. ഗാന്ധിയൻ കാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ്? 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. അടുത്തത് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ധാര്? ഉത്തരം കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയതാരാണ്? കഴ്സൺ പ്രഭു ആണ് 1905. അടുത്തത് കഴ്സൺ പ്രഭു ഇന്ത്യയിൽ നടപ്പാക്കിയ ഭരണ നയമാണ് ഭിന്നിച്ചു ഭരിക്കൽ. ഭിന്നിച്ചു ഭരിക്കൽ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന സമരം. സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന സമരം സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതാരാണ്? ഹർഡിംഗ് പ്രഭു. ഉത്തരം ഹർഡിംഗ് പ്രഭു. അടുത്തത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് 1907 സൂററ്റ് സമ്മേളനത്തിൽ. 1907 സൂററ്റ് സമ്മേളനത്തിൽ. മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30 ധാക്കയിൽ നിന്നാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30 ധാക്കയിൽ നിന്നാണ്. അടുത്തത് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കൾ അഖാ ഖാൻ, നവാബ് സലീമുള്ള, നവാബ് മുഹസിൻ ഉൽ ഹക്ക്. അടുത്തത് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം 1913 അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത്? ഉത്തരം എന്നാണ്? 1913 ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത്. അടുത്തത്, ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം? ഉത്തരം റൗലറ്റ് ആക്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം എന്താണ്? റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ്? 1919 ഏപ്രിൽ 13. അടുത്തത്, ചൗരി ചൗര സംഭവം നടന്നതെന്നാണ്? 1922 ഫെബ്രുവരി 5. അടുത്തത്, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ചൗരി ചൗര സംഭവം നടന്നത്? ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്തത്, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ: ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ. അടുത്തത്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? 1929 ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം, ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. അടുത്തത്, ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1930 ജനുവരി 26. ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചതെന്നാണ്? 1930 ജനുവരി 26. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര തുടങ്ങിയത്? 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര തുടങ്ങിയത്. അടുത്തത്, വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് വൈസ്രോയി? ഉത്തരം ഇർവിൻ പ്രഭു. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. അടുത്തത്, വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം? 1930, 1931, 1932. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 1931, 1932. അടുത്ത ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത് വർഷത്തിലെയാണ്? 1931 വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1933 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ വാരിക? ഉത്തരം ഹരിജൻ. ഉത്തരം ഹരിജൻ. ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് ആരാണ്? ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ക്രിപ്സ് മിഷൻ. ഉത്തരം ക്രിപ്സ് മിഷൻ. അടുത്തത്, ക്രിപ്സ് മിഷന്റെ തലവൻ? സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ തലവൻ. ക്രിപ്സ് മിഷന്റെ വാഗ്ദാനം എന്താണ്? ഇന്ത്യക്ക് പുത്രികാ പദവി ലഭിച്ചു. ഇന്ത്യക്ക് പുത്രിക രാജ്യപദവി എന്നതാണ് ക്രിപ്സ് മിഷന്റെ വാഗ്ദാനം. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉയർന്ന ശക്തമായ പ്രക്ഷോഭം? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉയർന്ന ശക്തമായ പ്രക്ഷോഭം? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? 1942 ഓഗസ്റ്റ് 8 നടന്ന ബോംബെ സമ്മേളനം. 1942 ഓഗസ്റ്റ് 8 നടന്ന ബോംബെ സമ്മേളനം. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഉയർത്ത മുദ്രാവാക്യം ഏതാണ്?
ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഉയർത്തിയ മുദ്രാവാക്യമാണ്. അടുത്തത് ഫോർവേഡ് ബ്ലാക്ക് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത്? ഉത്തരം ജപ്പാൻ. ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത്? ജപ്പാന്റെ സഹായത്തോടെയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ബോംബെയിൽ നാവിക കലാപം തുടങ്ങിയത് എന്നാണ്? 1946 ഫെബ്രുവരി 18. ഇന്ത്യയിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ച മിഷൻ? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ഉത്തരം ക്യാബിനറ്റ് മിഷൻ. അടുത്തത് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവർ ചേർന്നതാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അടുത്തത് ക്യാബിനറ്റ് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് എന്നാണ്? 1946 സെപ്റ്റംബർ 2. 1946 നിലവിൽ വന്ന നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1947 ജൂൺ 3 ഇന്ത്യ വിഭജന പദ്ധതി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ഉത്തരം എന്താണ്? മൗണ്ട് ബാറ്റൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. അടുത്തത് 1905 ബംഗാൾ വിഭജനത്തിന്റെ ഉദ്ദേശം ദേശീയ പ്രസ്ഥാനത്തെ തളർത്തുക, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ അനൈക്യം ഉണ്ടാകുന്നതിനെതിരെ ഉള്ളത്. ഇത് ഇത്രയുമാണ് ബംഗാൾ വിഭജനത്തിന്റെ ഉദ്ദേശ്യം. അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ LGS മെയിൻസ് പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട സിലബസിൽ നിന്നും ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ടോപ്പ് സിലബസിൽ തന്നെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ടോപ്പൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100ഓളം ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടുക. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ള ക്ലാസ്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.